നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തകൾ നിരീക്ഷിച്ച് അന്വേഷണ ഏജൻസികൾ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ATS നടപടി. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ATSന്റെ ലക്ഷ്യം. നാളെ ATSന്റെ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഔറംഗസേബിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അനസിന്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഔറംഗസേബ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഗുണ്ടാ നേതാവായ ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തിയത്. ATSന്റെ നീക്കം ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക മാത്രമാണോ, അതോ കൊച്ചിയിലെ അധോലോകത്തിന്റെ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയുക എന്നൊരു ദൗത്യം കൂടി, ലക്ഷ്യം കൂടി ATSനുണ്ടോ? ആജ്ഞ. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഔറംഗസേബ് നമുക്ക് തന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. നാളെയാണ് ചോദ്യം ചെയ്യൽ. ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഔറംഗസേബിനെ വിളിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വീഡിയോ അനുസരിച്ചിട്ട്, ഇന്റർവ്യൂ അനുസരിച്ചിട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് ന്യൂസ് 18നോട് നടത്തിയത്. കൊച്ചിയിലെ അധോലോകം, അത് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ, ഗുണ്ടാ തലവന്മാരുടെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി കൊച്ചി ശാന്തമായിരുന്നു എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ തുടർന്നു പോകുമ്പോൾ പോലീസും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം നിഷ്ക്രിയമായിരുന്നു. പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് പോകുന്നു, വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ദുബായിലേക്ക് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ റീൽസിലുള്ള വീഡിയോകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും റീച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പോലീസിന്റെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന്, അല്ലെങ്കിൽ ന്യൂസ് 18നോട് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് 8 വർഷമായിട്ട് ഈ പറയുന്ന പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്ന ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപും ഇദ്ദേഹത്തിന്, അതായത് പെരുമ്പാവൂർ അനസിനെതിരെ ഭീകരവാദ കേസുകളും ലഹരി കേസുകളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഉണ്ണിക്കുട്ടൻ കൊലപാതകത്തിലെ കൂട്ടുപ്രതിയാണ് അനസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം വലിയ ഒരു വെളിപ്പെടുത്തൽ ഔറംഗസേബ് നടത്തിയ സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ ATS നാളെ ചോദ്യം ചെയ്യലിന് ഔറംഗസേബിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൊച്ചിയിലെ ആന്റി ടെറർ സ്ക്വാഡിന്റെ ഓഫീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഔറംഗസേബിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ വിവിധ അന്വേഷണ ഏജൻസികളൊന്നും ഉണർന്നിട്ടുണ്ട്. അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി, ഒരു ഗുണ്ടാ തലവൻ നാടുവിട്ട പശ്ചാത്തലം നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കൊച്ചിയിൽ നിന്നും നാടുവിട്ടത്. തമിഴ്നാട്ടിലും കർണാടകയിലുമായി വിവിധ സ്ഥലങ്ങളിൽ കഴിയുകയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ആഴ്ച അനസിന്റെ വീഡിയോകൾ പുറത്തു വന്നത്. ദുബായിൽ പുതിയ ബിസിനസ് സംരംഭം ആരംഭിച്ചതിന്റെ വീഡിയോകൾ പുറത്തു വന്നത്, സിനിമാ താരങ്ങൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട വീഡിയോകളൊക്കെ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഒരു വീഴ്ചയായിട്ട് കാണേണ്ടതല്ലേ ഈ അനസിനെ പോലെ ഒരു കൊടും കുറ്റവാളി ഈ രീതിയിൽ നാടുവിടാനുള്ള ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഇത് അന്വേഷണ ഏജൻസികളുടെ ഒരു വീഴ്ച തന്നെയല്ലേ ആജ്ഞ? അതെ ടോം, നമുക്ക് അങ്ങനെ വേണം വിലയിരുത്താൻ. ഇതൊരു അന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായി തന്നെ വേണം ഇക്കാര്യത്തെ വിലയിരുത്താൻ. കാരണം അനസിനെ പോലെയുള്ള ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു ഗുണ്ടാ തലവൻ ഇവിടെ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ കാപ്പ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സാഹചര്യം മുതലെടുത്ത് തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കർണാടകത്തിൽ ചെന്നിട്ട് വ്യാജ ആധാർ കാർഡും
ID കാർഡുകൾ ഉണ്ടാക്കുന്നു, വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു, ഇത് വെച്ചിട്ട് ദുബായിലേക്ക് പോകുന്നു, അവിടെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇവിടുത്തെ മലയാളികളായ നമ്മുടെ തന്നെ സിനിമാ താരങ്ങളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഷിയാസ് കരീം എന്ന് പറയുന്ന സിനിമാ താരത്തിന്റെ സഹായത്തോടെയാണെന്ന് കേൾക്കുന്നു. അദ്ദേഹമാണ് ദുബായിൽ അനസിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് കേൾക്കുന്നു. ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കണ്ട, അതായത് പെരുമ്പാവൂർ അനസിന്റെ ബിസിനസ് സംരംഭത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതനുസരിച്ചിട്ട് നമ്മൾ കണ്ട വീഡിയോകളിലെല്ലാം ഈ ശ്വേതാ മേനോൻ, മാളവിക, അതുപോലെ സ്വാസിക, വിനയ് ഫോട്ടോ തുടങ്ങിയ പ്രശസ്തരായ സിനിമാ താരങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്ര വലിയ, അതായത് കൊച്ചിയെ എക്കാലവും ഭയപ്പെടുത്തുന്ന ഗുണ്ടാ വിളയാട്ടം നടന്നിരുന്ന കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത പേരുകളിൽ ഒന്നാണ് ഈ പെരുമ്പാവൂർ അനസിൻ്റെത്. ഇങ്ങനെയുള്ള ഒരാൾ ദുബായിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ റീൽസിൽ കൂടി തൻ്റെ വീഡിയോകൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഞാൻ ഇവിടെയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങേയറ്റം നിഷ്ക്രിയത്വമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വീഡിയോയുടെ അല്ലെങ്കിൽ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ATS ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് ഔറംഗസേബിനെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഇനിയും പോലീസ് നിഷ്ക്രിയമായിരുന്നാൽ ഒരു പക്ഷേ അതിന് അങ്ങേയറ്റം ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, നമ്മൾ നമ്മുടെ ന്യൂസ് 18-ലൂടെ ലോകത്തിലേക്ക് എത്തിക്കുന്നു, പുറം ലോകത്തേക്ക് ഈ വാർത്ത എത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നിഷ്ക്രിയത്വം പാലിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നൊരു ബോധം പോലീസിനുണ്ടായേക്കാം. ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇതിലൊന്നും നടപടിയൊന്നും കൈക്കൊണ്ടില്ല എന്നൊരു തോന്നൽ പൊതുജനത്തിന് ഉണ്ടാകണ്ട, പൊതുസമൂഹത്തിന് ഉണ്ടാകണ്ട എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ATS നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ATS വിളിക്കുമ്പോൾ തന്നെ അതിൽ തീവ്രവാദ തീർച്ചയായും. പക്ഷേ ആജ്ഞ ഇത് ഒരു നിസ്സാര സംഭവമല്ല, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. പോലീസ് നമ്മുടെ അന്വേഷണ ഏജൻസികളടക്കം ഏറെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഔറംഗസേബ് പറഞ്ഞത് ഈ പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഗുണ്ടാ നേതാക്കന്മാർക്ക് തണലൊരുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്, സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധം, പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു, അതല്ലെങ്കിൽ പല കേസുകളിലും പോലീസ് ഉന്നതരുടെ പോലും സഹായങ്ങൾ ലഭിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഔറംഗസേബ് വിശദീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് തലങ്ങളിലേക്കും നീങ്ങുമോ, അതോ സാധാരണഗതിയിൽ ഇത് ഏതാനും പേരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങി പ്രമുഖരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയായിരിക്കുമോ സ്വീകരിക്കാൻ പോകുക, അതോ ഈ സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധമടക്കം പരിശോധിക്കാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ പോലീസ് ഈ കാര്യത്തിൽ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ അതായത് കാപ്പ ചുമത്തിയിട്ടുള്ള ആരൊക്കെയാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടുള്ള പലതരം ശിക്ഷകളിൽ കാപ്പ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ കാപ്പ ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തിട്ടുള്ള ഗുണ്ടകളിൽ അല്ലെങ്കിൽ റൗഡികളിൽ ആരൊക്കെയാണ് കൊച്ചിയിൽ ആക്റ്റീവായിട്ടുള്ളത് എന്നതിൻ്റെയും അവരെ ഒരു സ്കെച്ച് ചെയ്തിട്ട് അവരെ ഒരു അന്വേഷണത്തിന് പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്വാഡിൻ്റെ കണക്കനുസരിച്ചിട്ട് കൊച്ചിയിൽ മാത്രം അവർ സ്കെച്ച് ചെയ്തിട്ടുള്ള 300ഓളം പേരെയാണ്, 300 ഗുണ്ടകളെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ വെളിപ്പെടുത്തിയതനുസരിച്ച് ഇവിടെ തന്നെ ഈ പെരുമ്പാവൂർ അനസ് തന്നെ സംരക്ഷണം നൽകുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘം തന്നെ ഏതാണ്ട് അത്രത്തോളം വരും, അല്ലെങ്കിൽ അതിനു മേലെ വരുമെന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിന് അങ്ങനെ ഈ പറഞ്ഞതുപോലെ 8 വർഷം പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ഏതൊക്കെ മേഖലയിൽ സ്വർണം പൊട്ടിക്കലാണോ, അതല്ലെങ്കിൽ കള്ളക്കടത്താണോ, അല്ലെങ്കിൽ ലഹരിക്കടത്താണോ, തീവ്രവാദ ബന്ധമാണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പോലീസിനെ ലീഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ ഔറംഗസേബിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് അത് നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും
ഈ പറയുന്ന അനസിനെ പറ്റി അന്വേഷിക്കാൻ ഒരു ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറുവിരൽ അരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണ് പോലീസ് നീങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യവും കണ്ടറിയണം. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ സംരക്ഷിക്കാൻ വലിയ ആളുകൾ ഇവരുടെ പിന്നാലെ ഉള്ളത് ഒരു വെല്ലുവിളിയായി പോലീസിന് മുന്നിൽ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ പോലീസ് അവരുടെ ഡ്യൂട്ടി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണോ, അതോ ഇത്തരത്തിൽ കാര്യമായ അന്വേഷണം നടക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടറിയണം. എന്തായാലും നാളെ ATS ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ATS ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് നിസ്സാര കാര്യമായി കണക്കാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ATS ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിക്കും. നാളെ അദ്ദേഹം ഹാജരായ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പോലീസ് നിലപാട് കൂടുതൽ വ്യക്തമാക്കാനാവുകയുള്ളൂ. ആജ്ഞ, നമ്മൾ ഇന്നലെ തന്നെ ഈ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വ്യാജ രേഖകൾ, ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നിർമ്മിച്ച് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിരുന്നു. സ്വാഭാവികമായും ഇത് ദേശീയ അന്വേഷണ ഏജൻസികളുടെയും പരിധിയിൽ വരേണ്ട ഒരു വിഷയമാണ്. മറ്റ് ഏജൻസികളും, അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അടക്കം ഈ അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? ആ ഒരു രീതിയിലുള്ള നിരീക്ഷണവും അതല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക്, നടപടികളിലേക്കും ദേശീയ ഏജൻസികൾ കടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറെ ചെയ്തതനുസരിച്ചിട്ട് ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ATS ചോദ്യം ചെയ്യാൻ വിളിക്കും. നാളെ ദേശീയ ഏജൻസികൾ ഇതിൽ ഇടപെട്ടേക്കാം. ഈ പറഞ്ഞതുപോലെ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്നു, അതും ഒരു ഗുണ്ടാ തലവൻ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി, വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി, കർണാടകയിൽ വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ച് വിദേശത്തേക്ക് കടക്കുന്നു. അവിടെ സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാക്കുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ സിനിമാ താരങ്ങളുടെയും മറ്റു പ്രബലരുടെയും പിന്തുണയോടുകൂടി അങ്ങനത്തെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവ് അദ്ദേഹത്തിനെതിരെ, അനസിനെതിരെ കൊണ്ടുവരാൻ പറ്റിയാൽ ഈ പറഞ്ഞതുപോലെ വ്യാജ പാസ്പോർട്ട് എന്നുള്ള കാര്യം തെളിഞ്ഞാൽ തന്നെ അത് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അനസിനെ പോലീസിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരു പ്രതികരണം, അതായത് കഴിഞ്ഞ ദിവസം ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തില് 300ഓളം യുവാക്കൾ പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ മാത്രമുണ്ട് എന്ന് ഔറംഗസേബ് തുറന്നു പറഞ്ഞിരുന്നു. അതായത് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളവരാണ്, നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘങ്ങളാണ്, അവരിലേക്കും അന്വേഷണം നീങ്ങേണ്ടതാണ്. എന്തായാലും എന്താണ് അന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അനസിന്റെ ഈ ഒരു സാമ്രാജ്യത്തെ സംബന്ധിച്ച് കൊച്ചിയിലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ ഗുണ്ടാ തലവന്മാർക്കിടയിൽ രാജാവെന്ന പരിവേഷം സ്വയം സൃഷ്ടിച്ചെടുത്ത പെരുമ്പാവൂർ അനസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം, ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഈ എത്ര പേര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ, ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഔറംഗസേബ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 100-300 പേരുണ്ടായിരുന്നു. 300ഓളം പേരുണ്ട്. ഉണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്? എറണാകുളം പെട്ടെന്ന് വിളിച്ചു ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. 300ഓളം പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 8 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്രയും 100 പിള്ളേരത് ഇല്ലല്ല, ഒരു 10-40 പിള്ളേര് കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അനസിനോടെ കാണും. അത് അങ്ങനെ അവർക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡെയിലി അവരുടെ കൂടെ ഈ പ്രവർത്തിക്കാൻ വേറെ ഡെയിലി അങ്ങനെ ശമ്പളം അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചേർ, അല്ലാതെ ഡെയിലി അങ്ങനെ പേയ്മെന്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. അനസിന്റെ വലങ്കയായിരുന്നു. അനസിന്റെ വലങ്കി അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. എല്ലാരും വിട്ടു പോയപ്പോഴും ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ഗൾഫിൽ പോണതിനും ഒരു മാസം മുമ്പ് വരെ. വീണ്ടും ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഔറംഗസേബ് പറയുന്നതനുസരിച്ച് 300ഓളം പേർ ആലുവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് മാത്രം 300ഓളം പേർ പെരുമ്പാവൂർ അനസിന്റെ കീഴിലുണ്ടെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ATS വരും ദിവസങ്ങളിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലങ്ങൾ സംബന്ധിച്ചും ഈ കൊച്ചിയിലെ അധോലോകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷ ATSനുണ്ടോ ആജ്ഞ?
നാളെ ഔറംഗസേബിനെ ചോദ്യം ചെയ്ത ശേഷം ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഔറംഗസേബിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ സാഹചര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ? ലഹരിക്കടത്തിൽ അദ്ദേഹത്തിന് പെരുമ്പാവൂർ അനസിന് ലഹരിക്കടത്ത് കേസുകളുമായിട്ട് തീവ്രവാദ കേസുകളുമായിട്ട് നേരത്തെ ബന്ധമുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ, പ്രത്യേകിച്ചും ന്യൂസ് 8 നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ATS വിളിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ കാര്യം പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന ഈ പൊതുജനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മോഷണ കേസുകൾ അല്ലെങ്കിൽ പിടിച്ചുപറി അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കേസുകളിലൊക്കെ ഇത്തരത്തിൽ ജയിലിൽ പോയി അല്ലെങ്കിൽ കാപ്പ ചുമത്തി അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ട് ജയിലിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നു, മറ്റൊരു കുറ്റം, അങ്ങനെ നിരന്തരം ഇങ്ങനെ ജയിലിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വിളയാട്ടം തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നൊരു നിരീക്ഷണം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് കുറച്ചും അലേർട്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ കുറച്ചു മുൻപേ സൂചിപ്പിച്ചതുപോലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അത് ഓരോ ജില്ലയിലും ആ ഒരു തരത്തിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് ATSന്റെ ചോദ്യം ചെയ്യൽ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ATS ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇപ്പോൾ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ദേശീയ ഏജൻസികൾ ഇതിൽ ഇടപെടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. പോലീസ് പ്രത്യേകിച്ചും ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം എടുത്തിട്ടുള്ളതെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാർത്ത ഏറെ ചെയ്തു, അത് ആളുകൾ ചർച്ച ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ടുന്ന ഒരു പേരിന് വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണെങ്കിൽ അതിന് അധികം ആയുസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും പോലീസ് ഇക്കാര്യത്തിലൊന്ന് അലേർട്ടായിട്ടുണ്ട് എന്ന് വേണം. ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടാ വിളയാട്ടത്തിൽ ഒരു തടയിടണം എന്നൊരു ധാരണ അല്ലെങ്കിൽ എന്നൊരു രീതി അല്ലെങ്കിൽ എന്നൊരു ആംഗിളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ATS ഔറംഗസേബിനെ ചോദ്യം രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഒന്ന് ഉണർന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഔറംഗസേബിനെ, പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്ന ഔറംഗസേബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ് ATSന്റെ ലക്ഷ്യം. എന്നെ തൊട്ടാണ്ടല്ലോ തൊട്ടായി പങ്ക് വഹിക്കുന്നു. മാറി 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 എന്റെ അടുത്ത് നിൽക്കണം. മാറി ഒരു കാര്യം BBC ഇപ്പൊ കേസ് കൊടുക്കാം. ഇവിടെ പിൻഡ്രൈവ് ചെയ്താൽ പറ്റും. അത് ആളിച്ചോ നിന്റെ പോലീസ് എനിക്കന്ന് പോലീസ് ഒരു തീർച്ചയായിട്ടും എന്റെ കാറ്റാ എന്റെ കാസർഗോഡ് നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ ഊരുവിലക്കിയ
വീടിന്റെ പറമ്പിൽ തേങ്ങയിടുന്നത് പാർട്ടി അംഗങ്ങളടങ്ങുന്ന സംഘം തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ കുടുംബത്തെ ഊരുവിലക്കിയെന്ന വാർത്തയിൽ വിശദീകരണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നതിൽ പ്രദേശവാസികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. പാലാ ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിന് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് CPMന്റെ ഊരുവിലക്ക്. സംഭവത്തിൽ പാലാ കുഴുവൽ പുഴക്കര വീട്ടിൽ MK രാധ കാഞ്ഞങ്ങാട് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്നും വിശദാംശങ്ങളുമായി. ബൈജു, ഇന്നലെ ഈ ഊരുവിലക്ക് തേങ്ങ ഇടുന്നത് തടഞ്ഞ സംഘം CPM സംഘം ഈ കുടുംബത്തോട്, രാധയോടും മക്കളോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി കേസ് കൊടുക്കുക, ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന നാടാണെന്ന്. പക്ഷെ അതിന് പിന്നാലെ DYSPക്ക് അവർ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടില് CPM നേതൃത്വം, ഈ നേതാക്കൾ, പ്രവർത്തകർ ഈ രീതിയിൽ ഗുണ്ടായുസം കാണിക്കുമ്പോൾ ഈ കുടുംബത്തിന് പോലീസിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ ബൈജു? ടോമെ, ആ കാര്യത്തിൽ കുടുംബം തന്നെ വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ പരാതിയാണ്, ഇന്നലെയാണ് ഇവർ പരാതി നൽകിയത്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. എന്തായാലും അപ്രോച്ച്, അതായത് പാലായി ഷട്ടർ കം ബ്രിഡ്ജിനുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കം തുടർന്ന് ഒരു 8 വർഷക്കാലമായി ഈ കുടുംബം ഇത്തരത്തിൽ ഊരവിലക്ക് നേരിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇവരുടെ തേങ്ങ പറിക്കാൻ വേണ്ടി തൊട്ടടുത്ത സ്ഥലമായ പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്നതും അത് ചോദ്യം ചെയ്താണ് എന്തിനാണ് ഇത് പുറത്തുനിന്നും തൊഴിലാളികൾ എത്തിച്ചത് എന്ന് ചോദ്യം ചെയ്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയനാണ് നാട് ഭരിക്കുന്നതെന്ന് അറിയില്ലേ, പോയി കേസ് കൊടുക്കുക എന്ന് മാത്രമല്ല കത്തി ഉപയോഗിച്ച് ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, കത്തി ഉപയോഗിക്കുന്നതും കാണാം. ഒപ്പം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ മർദ്ദിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ വലിയ ഭീഷണി എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതും. എന്തായാലും ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ CPM ഒരു വിശദീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ പുറത്തു നിന്നും തൊഴിലാളികളെ എത്തിച്ചതുകൊണ്ട് അവിടെയുള്ള, അതായത് ഈ പാലായിലുള്ള നാട്ടുകാരാണ് ഇത്തരത്തിൽ ചോദ്യം ഇവരുമായി വാക്കുതർക്കമുണ്ടായതും. അതുമാത്രമല്ല ഈ ഷട്ടർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കേസ് കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് പുതിയ പ്രശ്നവുമായി വീട്ടുകാർ രംഗത്ത് വരുന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷെ അതേസമയം തന്നെ CPMന്റെ ഈ പ്രധാനപ്പെട്ട പ്രവർത്തകരുമൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുകൂടാതെ ഈ കുടുംബം ഈ പരാതി ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും, അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. നിലവിൽ DYSP, അതായത് കാഞ്ഞങ്ങാട് DYSPക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഈ ഭീഷണി മുഴക്കുന്നത് പോലെ തന്നെ പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ സംഭവത്തിന് അതേപോലെ തന്നെ അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഈ സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നതും ഒരു സത്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ടോം, ബൈജു, ഈ കുടുംബം, ഈ വീട്ടുകാര് പ്രകോപനം സൃഷ്ടിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നടത്തിയ ഒരു പ്രതിഷേധമാണ് അവിടെ സംഭവിച്ചത് എന്നൊരു വിശദീകരണമാണ് CPM പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ കുടുംബത്തിനെതിരെ ഈ തേങ്ങ ഇടുന്നതിന് പോലും വിലക്കിയ ഈ പ്രവർത്തകര്, അവർ പലരും CPMന്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, അനുഭാവികളുണ്ട്. ഇതൊരു ഈ കുടുംബവുമായിട്ടുള്ള ഈ രാഷ്ട്രീയ വൈര്യം എന്ന് തന്നെ കാണണോ? യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെയും ഈ CPM ഊരുവിലക്കിയത് പാർട്ടി ഗ്രാമമാണ്, അവരുടെയും പശ്ചാത്തലം എന്താണ്? പാർട്ടി അനുഭാവികളാണോ ഇവർ? ടോം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമുക്കറിയാം, കയ്യൂർ സമരം എന്നാൽ നമുക്ക് അറിയുന്നതാണ്. ഈ കയ്യൂർ സമര സേനാനിയായ കണ്ണന്റെ കൊച്ചുമകളാണ് ഈ രാധ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവരുടെ കൊച്ചുമകളായ ഈ രാധയും അതുപോലെ തന്നെ ഇവരുടെ മകളും അതുപോലെ തന്നെ പേരക്കുട്ടിയെയുമാണ് ഈ സംഘം ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകോപനമുണ്ടാക്കി കത്തിയൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ പ്രശ്നമുണ്ടാക്കുന്നത്. എന്തായാലും ഈ കുടുംബം കഴിഞ്ഞ 8 വർഷമായി ഇത്തരത്തിൽ ഊരുവിലക്ക് നേരിടുന്നുണ്ട്. നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ഏതാനും
മാസങ്ങൾക്ക് മുൻപ് ഇവർക്ക് നേരെയുണ്ടായ ഒരു അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലും പോലീസ് കേസെടുക്കാത്ത ദിവസങ്ങളോളം കേസെടുക്കാതെ പോലീസ് അത് ഇഴഞ്ഞു നീട്ടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവർ തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത്. ഈ ദൃശ്യം ഇല്ലെങ്കിൽ ഈ സംഭവം പുറലോകം അറിയില്ല. കാരണം ഇതൊരു പാർട്ടി ഗ്രാമം എന്ന് വെച്ചാൽ കൃത്യമായ പാർട്ടി ഗ്രാമമാണ്. നീലേശ്വരം പാലായി നമുക്കറിയാം. പാർട്ടി CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ CPM പ്രവർത്തകർ മാത്രമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ തേങ്ങയിടുന്നതിന് വേണ്ടി പുറത്തുനിന്നും ആൾക്കാരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നത്. അതാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും വലിയ തോതിൽ ബഹളം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കേസ് ഇപ്പോൾ കാഞ്ഞങ്ങാട് DYSPക്കാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ നിലവിൽ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. അതേസമയം CPM ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ടോം. യെസ്, വ്യക്തമാണ്. KB ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ വിശദീകരണം, ഈ കുടുംബമാണ് പ്രകോപനം സൃഷ്ടിച്ചത്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രകോപനമാണ്, നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധമാണ് എന്നാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും പോലീസിൽ രാധയും കുടുംബാംഗങ്ങളും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഒരു സ്ത്രീകളടങ്ങുന്ന ആ കുടുംബത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നടപടി, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് കണ്ടറിഞ്ഞു തന്നെ കാണും. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലപ്പുറത്ത് 2 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി മാതാവും ബന്ധുക്കളും രംഗത്ത്. മലപ്പുറം ഉദരംപൊയിലാണ് 2 വയസ്സുകാരി ഫാത്തിമ നസ്രീൻ മരിച്ചത്. പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചിരുന്നതായി മാതാവും ബന്ധുക്കളും ആരോപിക്കുന്നു. എന്താ അറിയില്ല, അതിന് ഓല് കണ്ണി കൊടുത്താണ്ട് റൂമിൽ വന്ന് കിടന്നു. പിന്നെ ഓനെ എടുത്ത് കൊണ്ടുവന്നിട്ട് കുട്ടി ഛർദ്ദിക്കണം, മൂക്ക് കൂടെ എന്തൊക്കെയോ വന്നിക്കണം പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ കുട്ടീനായിട്ട് എൻ്റെ റൂമിലും ഓല റൂമിലായിരുന്നു. എന്നിട്ട് നിലത്തേന് ഓല് കടന്നിരുന്നത്. അതിൽ കുട്ടീനായിട്ട് ഓനെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. കുട്ടി ഛർദ്ദിക്കുന്നുണ്ടാ, മൂക്ക് കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്തു. വെള്ളമൊക്കെ കുടിച്ച് കുട്ടി പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ വേഗം ഇവലൊക്കെ വല്ല അമ്മാൻ്റെ വീട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്ത് കൊണ്ടുപോയാണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ 1:30 പിന്നെ ചെറിയൊരു കഞ്ഞി കുടിച്ച് കഞ്ഞി വിട്ടത് തരിപ്പിൽ പോയി അങ്ങനെ വലിയൊരു ശരിയായി. പിന്നെ റൂമിൽ വന്ന് കടന്നപ്പോൾ പിന്നെ കുട്ടി മുണ്ടണില്ല. അപ്പോൾ അതിന് കുട്ടീൻ്റെ പള്ളിയിൽ കൂടെ ഒക്കെ മര വരുന്നുണ്ട്. ബസ്മാരെ ഇളകിയതാണോ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്ന് പോലും പറഞ്ഞിരിക്കണം. ഇതുവരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെയാണ് ഇപ്പോൾ അത് കണ്ടത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ എത്തിച്ചത്. കുഞ്ഞിന്റെ ദേഹത്ത് കരുവാളിച്ച പാടുകളുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇത്തരം ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ കുഞ്ഞിന്റെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകുന്നേരമാണ് കുഞ്ഞിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അവിടെ നിന്ന് കുട്ടിയെ പിന്നീട് വിരുദ്ധ ചികിത്സയ്ക്കാണ് മഞ്ചേരിക്ക് അയക്കുകയും ചെയ്തു. രാത്രി തന്നെ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ആ നടപടികൾ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിയുടെ പിതാവിനെതിരെയാണ് വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഈ കുട്ടിയുടെ പിതാവായ ഫായിസ് ഈ കുട്ടിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും അലമാറയുടെ മുകളിലേക്കൊക്കെ വലിച്ചെറിയുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ശരീരത്തിൽ പല ഭാഗത്തായിട്ട് കുട്ടിയുടെ മർദ്ദനമേറ്റ് പാടുകളുണ്ടെന്നുമൊക്കെയാണ് വലിയ ആരോപണമായിട്ട് ഉയർന്നിട്ടുള്ളത്. പിതാവ് ക്രൂരമായിട്ട് ഈ കുട്ടിയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന പരാതിയാണ് ഈ കുട്ടിയുടെ തന്നെ രക്ഷിതാക്കളിൽ നിന്ന്, അതായത് അമ്മയും മറ്റു ബന്ധുക്കളുമൊക്കെ ആരോപണമായിട്ട് ഉയർത്തിയിട്ടുള്ളത്. ഇത് പോലീസിൻ്റെ പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുവരേക്ക് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ഫായിസിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സ്വീകരിക്കാമെന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പോലീസ് ഇത് പറയുമ്പോൾ പോലും ഇന്നലെ രാത്രി ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഫായിസ് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇതൊരു വനയോര മേഖലയാണ്.
അവിടെ നിന്നൊരു കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരുന്ന ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയാണ് ചെയ്തത്. ഇയാളുടെ ഭാഗത്ത്, ഫായിസിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു കുഴപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തിന് പോലീസിനെയും നാട്ടുകാരെയും ഭയന്ന് ഇന്നലെ രാത്രി കാട്ടിൽ പോയി ഒളിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അക്കാര്യങ്ങളും സംശയിക്കേണ്ടതാണ്. സ്വാഭാവികമായി ഈ ഒരു കുടുംബത്തിന്റെ ആരോപണം അടക്കം പരിശോധിക്കുമ്പോൾ ഫായിസിന് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലും സംശയിക്കണം. പക്ഷേ ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് അനുമോദ്? ഒരു ക്രിമിനൽ കേസുകൾ മറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമയോ മറ്റോ ആണോ? കാരണം തുടർച്ചയായി ഒരു കുഞ്ഞിനെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കണമെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരല്പം ദുരൂഹത നിറഞ്ഞതാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ മാതാവും ഇയാളുമായി മുൻപ് പ്രണയത്തിലായിരുന്നു. ഇവർക്ക് വിവാഹത്തിന് മുൻപാണ് ഈ കുഞ്ഞ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത്. അപ്പോൾ അന്ന് പ്രണയിച്ച സമയത്ത് ഇവർ പീഡനത്തിന് പരാതി കൊടുത്തതായിട്ടുള്ള കേസും നിലനിൽക്കുന്നതായും അറിയേണ്ടത്. അത് പോലീസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ദുരൂഹമായ ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ട്. ഇയാളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ കാര്യമായ ജോലിക്കൊന്നും പോകുന്നില്ല. നാട്ടുകാർ പറയുന്നത് ഇയാൾ പല ലഹരി വസ്തുക്കളും ഉപയോഗിച്ചത് ഒരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ സ്ഥിരീകരിക്കാത്തൊരു ആരോപണം നമുക്കൊരാൾക്ക് വേണ്ടി കെട്ടിവെക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് ഈ രണ്ട് കാര്യമായി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇയാളുടെ ഒരു കുടുംബ പശ്ചാത്തലം, അതിനൊപ്പം തന്നെ ഇയാൾക്ക് ദുരൂഹമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും അതല്ലാതെ സ്വന്തം കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട്, ആ കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ നമുക്ക് കണ്ടാൽ അറിയാം, കരിനീലിച്ച പാടുകളുണ്ട് ദേഹത്ത് മുഴുവൻ, മുഖം നീര് വന്നിരിക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ആ ദൃശ്യങ്ങളും ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ ചെറു പ്രായത്തിൽ 2 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ഇരയായിട്ടുണ്ട് എന്ന് നമുക്ക് മനസാക്ഷിയായി ഞെട്ടിക്കും ആ ഒരു ഫോട്ടോ ചിലപ്പോൾ കാണുമ്പോൾ. സ്വാഭാവികമായിട്ടും സ്വബോധത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവർക്കൊരു കുട്ടി, 3 മാസം പ്രായമുള്ള ഒരു കുട്ടി കൂടിയുണ്ട്. അപ്പോൾ തികച്ചും ദുരൂഹമാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ മറ്റ് പശ്ചാത്തലങ്ങളും ഇയാളുടെ സ്വഭാവ രീതിയും മറ്റും. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമേ മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകൂ. അതോടൊപ്പം തന്നെ പോലീസിന് ഔദ്യോഗികമായിട്ട് ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം അനുഭവം സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ അത് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കുടുംബം പറയുന്നതനുസരിച്ച് ഇതിന് മുൻപും പലപ്പോഴായി ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ഇയാൾ, ഈ സ്വന്തം പിതാവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് മുൻപൊക്കെ ഈ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരുന്നത്? ഇയാളെ ഭയന്നിട്ടായിരുന്നു? അത്തരം എന്തെങ്കിലും ഭീഷണികളൊക്കെ ഈ കുടുംബത്തിന് നേർ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് മേൽ ഉണ്ടായിരുന്നോ? ഇപ്പം ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മലപ്പുറത്തെ ഒരു ഉൾനാടൻ മേഖലയാണ് ഉതിരമ്പൊയിൽ നിന്ന് കാളികാവ്, പൂക്കോട്ടുപാടം എന്ന് വെച്ചാൽ മലയോര മേഖലകളാണ്. ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് തടയുവാൻ വേണ്ടി പോലീസിനെയോ മറ്റ് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ സമീപിക്കുക എന്നത് അത്തരത്തിൽ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറാനോ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഇവരുണ്ടായിട്ടുള്ളത്. ഇവർ ചെയ്ത ഒരു കാര്യം, ഈ കുട്ടി കുറച്ചു കാലം അവരുടെ വീട്ടിലായിരുന്നു, അതായത് ഫായിസിന്റെ ഭാര്യയുടെ വീട്ടിലായിരുന്നു. ഈ കുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നു എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഭാര്യയുടെ വീട്ടിലേക്ക് പോയത്. പിന്നീട് വീണ്ടും ഒത്തുതീർപ്പായി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടാമത് തിരിച്ചെത്തിയതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരിച്ചെത്തിയതിന് ശേഷവും മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ ഫായിസിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് അടിക്കേണ്ടതായുള്ള പാടുകൾ കാണുമ്പോൾ അവരെ ഇടപെടുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ടോം നേരത്തെ ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തടയുവാൻ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഇക്കാര്യങ്ങൾ അറിയിക്കുക. അതല്ലെങ്കിൽ അംഗനവാടിയിൽ അത്തരത്തിലുള്ള വകുപ്പുകളുണ്ടല്ലോ, ശിശുക്ഷേമ സമിതികളുണ്ടല്ലോ, അവരെയൊക്കെ അറിയിക്കുക. ഇതൊക്കെ മുൻപിലുള്ള ചെറിയ ചെറിയ പരിഹാരത്തിനുള്ള പോംവഴികളാണ്. അത്തരത്തിലുള്ളൊരു നടപടികളും ആരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. സാമൂഹ്യ അന്തരീക്ഷം എന്ന ഒരു കാരണം നമുക്ക് പറഞ്ഞ് എല്ലാവരും
ഈ ഇത്തരത്തിലൊരു കൃത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുഞ്ഞ് മരിക്കുന്നതിന് മർദ്ദനങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ആ മർദ്ദനത്തെക്കുറിച്ച് അറിവുള്ള എല്ലാവരും ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് നമുക്ക് പരോക്ഷമായി പറയേണ്ടി വരും. കാരണം അത് തടയാൻ, ഒരു കുഞ്ഞിനെ മർദ്ദനമേൽക്കുന്നത് തടയാൻ, കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ കണ്ടു നിൽക്കരുത്. അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ള ഓരോരുത്തർക്കും ഉണ്ട്. അത് ചെയ്യാത്തതും ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും മരണത്തിന് ഈ ഒരു മർദ്ദനങ്ങൾ കാരണമായിട്ടുണ്ടോ, കുട്ടിയുടെ ശരീരത്തിൽ എത്രമാത്രം മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിന്റെ ദുരൂഹ മരണത്തിൽ പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. പിതാവിനെതിരെയാണ് അമ്മയും ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഈ കൊലപാതകം, ഈ മരണം സംബന്ധിച്ചുള്ള വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏറെ അടുക്കമുണ്ടാക്കുന്ന ഒരു ദൃശ്യം കോട്ടയത്തു നിന്നും വന്നിട്ടുണ്ട്. ഒരു അപകടത്തെക്കുറിച്ചാണ്. കാർ നിയന്ത്രണം വിട്ടിടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കിടങ്ങൂർ കൂടല്ലൂർ സെന്റ് മേരീസ് പള്ളി പരിസരത്താണ് അപകടമുണ്ടായത്. ശവസംസ്കാര ചടങ്ങുകൾക്ക് എത്തിയ ആളുകൾക്ക് നേരെയാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. കണ്ടോ എന്റെ അമ്മ 3 പേര് കണ്ടോ? ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ആ ദൃശ്യം കണ്ടാൽ തന്നെ ഭയം തോന്നും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. 3 പേരും വാഹനത്തിൽ അടിയിലാണ്. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതനുസരിച്ച് 3 പേരും വാഹനത്തിൽ അടിയിൽപ്പെട്ടു. ഇവരുടെ പരിക്ക് സാരമുള്ളതാണോ? തീർച്ചയായും സാരമുള്ള പരിക്കുകളാണ്. പക്ഷെ അതീവ ഗുരുതരാവസ്ഥ എന്ന നിലയൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ്, അതായത് കിടങ്ങൂരിന് സമയം കൂടല്ലൂർ സെന്റ് മേരീസ് പള്ളിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ ഒരു ശവസംസ്കാര ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വാഹനവും അവിടെ തന്നെ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ്. പുന്നത്ര സ്വദേശിയായ ഒരാൾ, അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനമാണ്. അതായത് വാഹനം പാർക്കിങ്ങിൽ നിന്ന് മുന്നിലേക്ക് എടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് ഇടിച്ച് ഈ സ്ത്രീകളെ, ആദ്യം ഈ 2 സ്ത്രീകളെ ഇടിച്ച് വീഴ്ത്തുന്നു. ഈ സ്ത്രീകൾ വാഹനത്തിനടിയിലേക്കാകുന്ന സ്ഥിതിയുണ്ട്. തൊട്ടു പിന്നാലെ അവിടെ ചെറിയൊരു അരമതിലുണ്ട്. ആ അരമതിലും കടന്നുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ 2 സ്ത്രീകളിൽ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരാളെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. ഈ വാഹനം ഒരുപാട് ദൂരത്ത് നിന്ന് അമിത വേഗതയിലൊന്നും വന്ന വാഹനമല്ല. പക്ഷേ ഈ 2 ആളുകളും വാഹനത്തിന് അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഭീകരമായൊരു ദൃശ്യം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ സാധാരണമായി പള്ളിമുറ്റത്ത് കൂടി നടന്നു പോവുകയായിരുന്നു ഈ സ്ത്രീകൾ, ഈ പുരുഷനും. അതിനിടെയാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് പോയി. അതായത് സ്റ്റാർട്ട് ചെയ്ത് ഉടൻ തന്നെ അത് പിന്നീട് ഒരുപക്ഷെ ഗിയറിലിട്ട് മുന്നോട്ട് പോയപ്പോൾ നിയന്ത്രണം വിട്ട് പോയതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ടോം. ശ്രീജിത്ത്, ഇതൊരു അലക്ഷ്യമായി വാഹനം ഓടിച്ചുണ്ടായ അപകടമാണോ, അതോ ഈ അബദ്ധത്തിൽ ഒരു അപകടം സംഭവിച്ചതായിരിക്കുമോ? ഈ വാഹനം ഓടിച്ച ആളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലൈസൻസ് ഉള്ള വ്യക്തിയാണോ? ഇവരുടെ ആരുടെങ്കിലും ബന്ധുക്കളാണോ ഈ അപകടത്തിന് കാരണമാക്കിയ ഈ വാഹനത്തിന്റെ ഡ്രൈവർ? ഇവരുടെ ആരുടെങ്കിലും ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല, അതല്ലെങ്കിൽ ഈ അപകടത്തിൽ പങ്കെടുത്തവരുടെ ഏതെങ്കിലും ബന്ധുവായിരുന്നോ വാഹനം ഓടിച്ച വ്യക്തി? ബന്ധുവാണെന്നുള്ള വിവരമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ടോം. ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരാണ്. ഒരുപക്ഷെ അവരുമായി ബന്ധമുള്ളവരായിരിക്കാം എന്ന് തന്നെ ഊഹിക്കേണ്ടി വരും. എന്തായാലും അലക്ഷ്യമായി വാഹനം ഓടിച്ചു എന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു അബദ്ധം പെട്ടെന്ന് സംഭവിക്കുന്നു. പലപ്പോഴും ഒരുപക്ഷെ വാഹനം ഗിയറിലിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും പരിചിതമല്ലാത്ത ചില ആളുകൾ വാഹനം ഓടിക്കുമ്പോൾ സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു അപകടം എന്ന് തന്നെയാണ് നമുക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷെ അപകടമാണ്. അതിനനുസരിച്ചുള്ള തുടർ
നടപടികളുമായി പള്ളി കമ്മിറ്റി അധികാരികളും ഒപ്പം തന്നെ പോലീസും ഒക്കെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ദൃശ്യം തന്നെയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 സ്ത്രീകൾ തൊട്ടടുത്തുകൂടിയാണ് നടന്നു പോകുന്നത്. അവരെയാണ് ഇടിച്ചു തെറിപ്പിച്ച് വാഹനത്തിന്റെ അടിയിലേക്ക് ആക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. തൊട്ട് അടുത്ത ഒരു അരമതിൽ കടന്ന് ഈ വാഹനം പോകുന്നുണ്ട്. അതായത് ഈ അപകടമുണ്ടായ ശേഷവും ഈ വാഹനം ഒരു 10-15 മീറ്ററെങ്കിലും മുന്നോട്ട് പോയ ശേഷമാണ് നിർത്താൻ കഴിഞ്ഞത്. അതായത് നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഈ വാഹനത്തിന്റെ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പുന്നത്തുറ സ്വദേശി ഓടിച്ച വാഹനം എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ലഭ്യമായിട്ടില്ല. എന്തായാലും പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കയറി വാഹനം ഓടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്നത് പോലെയാണ് ഇതിൽ നിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പള്ളിമുറ്റത്താണ്, കോട്ടയത്ത് പള്ളിമുറ്റത്താണ് നിയന്ത്രണം വിട്ട കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. റഷ്യയിലെ യുദ്ധമേഖലയിലേക്കുള്ള അനധികൃത റിക്രൂട്ടിംഗ് സംസ്ഥാനത്ത് വ്യാപകം. വിവിധ ജില്ലകളിൽ നിന്ന് 100 കണക്കിന് പേരാണ് തട്ടിപ്പിനിരയായത്. വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ വീഴുന്നവരാണ് തട്ടിപ്പിന് ഇരകളാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസം മുതൽ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ ഈ തട്ടിപ്പിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ തിരുവനന്തപുരം സ്വദേശി ഒരു പ്രിൻസിന്റെ വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ എത്ര ചെറുപ്പക്കാർ, എത്ര യുവാക്കൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഡാൻ. ടോം, തിരുവനന്തപുരത്തെ തീരമേഖലയായ അഞ്ചുതെങ്ങിൽ നിന്നുള്ള 3 യുവാക്കളാണ് സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറിയത്. അവർ റഷ്യയിലെ മോസ്കോയിലാണ് ആദ്യം എത്തിയത്. പിന്നീട് അവർക്ക് ഒരു 2 ആഴ്ചത്തെ പരിശീലനം നൽകിയതിനു ശേഷം ചില ഡോക്യുമെന്റുകൾ, റഷ്യൻ ഭാഷയിൽ എഴുതിയ ചില ഡോക്യുമെന്റുകൾ ഒപ്പിട്ട് നൽകുന്നതിന് വേണ്ടി കൈമാറി. ഇവർ +2 വിദ്യാഭ്യാസം മാത്രമുള്ള യുവാക്കളാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. അതുകൊണ്ട് അവർക്ക് ഭാഷയിൽ വലിയ ഗ്രാഹ്യമില്ലാത്തതിനാൽ അവർ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇവർ പേര് എഴുതി ഒപ്പിട്ട് നൽകി. പിന്നീട് സംഭവിച്ചത് അസാധാരണമായ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. അവരെ യുക്രൈനുമായി യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്തേക്ക് ഈ അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 യുവാക്കളെ എത്തിക്കുകയായിരുന്നു. അതിൽ വിനീത്, പ്രിൻസ്, ടിനു ഈ 3 യുവാക്കളെയാണ് ഈ യുദ്ധമുഖത്ത് എത്തിച്ചത്. അതിൽ പ്രിൻസിനാണ് ഈ യുദ്ധമുഖത്ത് വെച്ച് ഉക്രൈൻ സേനയുടെ ആക്രമണത്തിൽ മുഖത്ത് വെടിയേറ്റത്. വളരെ ഗുരുതരമായി പരിക്കേറ്റു. കാലിലും മുഖത്തുമൊക്കെ വലിയ തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് റഷ്യൻ സേന തന്നെ മോസ്കോയിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രിൻസിനെ മാറ്റി. അവിടെ നിന്ന് പ്രിൻസ് കുടുംബാംഗങ്ങളെ വിളിച്ച് ഫോണിൽ ബന്ധപ്പെട്ടതോടെയാണ് ഈ മക്കൾ കെണിയിൽപ്പെട്ടിരിക്കുന്ന കാര്യം ഈ 3 കുടുംബങ്ങളിലുള്ളവർ അറിയുന്നത്. പക്ഷേ അപ്പോഴും ഈ വിനീതും ടിനുവും ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെ തുടരുകയാണ്. അവർ യുക്രൈൻ അതിർത്തിയിലുള്ള ലിസ്റ്റുചൻസ് എന്ന സ്ഥലത്താണ് അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇന്നലെ പുറത്തു വന്ന ശബ്ദരേഖയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമല്ല എന്ന് പ്രിൻസ് തന്നെ ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എംബസി അധികൃതർ ഈ ട്രാവൽ പേപ്പർ നൽകാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ അനിവാര്യമാണ്. ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഇന്ത്യൻ എംബസി ഇവരുടെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇവർ നാട്ടിലേക്ക് എത്താൻ, അതായത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഡാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരാൾ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ മാത്രമേ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതാണ് പ്രിൻസ്. പ്രിൻസാണ് പറഞ്ഞിരിക്കുന്നത് ഈ ട്രാവൽ പേപ്പർ കൈമാറാൻ എംബസി തയ്യാറാകുന്നില്ല. അവർ അതിന് പകരം പറയുന്നത് വിസയും പാസ്പോർട്ടും അടക്കം ഹാജരാക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ മോസ്കോ പോലീസിൽ ഈ കബളിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ച പരാതി നൽകണമെന്ന ആവശ്യവും ഈ എംബസി ഉദ്യോഗസ്ഥർ പ്രിൻസിനെ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തേക്കിറങ്ങിയാൽ മോസ്കോയിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് മോസ്കോ നഗരം. അതുകൊണ്ട് പുറത്തേക്കിറങ്ങിയാൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പുറത്തിറങ്ങാനോ ഈ സ്റ്റേഷനിലേക്ക് പോകാനോ ഉള്ള ഒരു പണം പോലും കൈവശമില്ല എന്നും വലിയ ദയനീയമായ സാഹചര്യത്തിൽ പ്രിൻസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എംബസി അധികൃതർ എന്തുകൊണ്ടാണ് ഈ ട്രാവൽ പേപ്പർ കൈമാറാൻ വിസമ്മതിക്കുന്നത് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. വിദേശകാര്യ സഹമന്ത്രിയായ
വി മുരളീധരൻ ഈ കുടുംബാംഗങ്ങളെ നേരിട്ട് സംസാരിച്ച് ഒരാഴ്ചക്കകം ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഇടപെടൽ കാര്യക്ഷമമായിട്ടില്ല എന്ന് തന്നെയാണ് പ്രിൻസ് ഇന്ന് പുലർച്ചെ നമുക്ക് നൽകിയ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ സംഭവത്തിന് പിന്നാലെ കോളേജ് പുറത്താക്കിയ 33 വിദ്യാർത്ഥികളെ VC തിരിച്ചെടുത്തിരുന്നു. VCയുടെ നടപടി റദ്ദാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ റദ്ദാക്കിയതിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഗവർണറുടെ നടപടി. VV അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട്. കുടുംബമടക്കം ഗവർണറെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണർ അടിയന്തരമായി VCയുടെ നടപടി റദ്ദാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഗവർണർ വീണ്ടും വിഷയത്തിൽ ഇടപെടുകയാണ്. പൂക്കോട് സർവകലാശാല വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ ഭരണശേഷമുണ്ടായ അട്ടിമറി സംഭവങ്ങളുടെ പരമ്പരയിൽ ഒന്നായി ഇതിനെയും കാണാം. കാരണം 33 വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് സമിതി നിർദ്ദേശിച്ച 2 പേർ ഉൾപ്പെടെ 33 വിദ്യാർത്ഥികളെയാണ് തിരിച്ചെടുക്കാൻ, അവർക്ക് തുടർ പഠനത്തിന് അവസരം നൽകാൻ ഇതിലൂടെ അവസരമൊരുങ്ങും. അല്ലെങ്കിൽ അവർ തുടർ പഠനത്തിന് കോളേജിൽ വീണ്ടും എത്തും. ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അത് VCയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. VCക്ക് സ്വാഭാവികമായി നിയമോപദേശം തേടാമായിരുന്നു. അത് ചെയ്യാതെ 33 പേരെയും, ഈ 2 പേർ ആന്റി റാഗിംഗ് സമിതി പേര് കണ്ടെത്തിയ 2 പേർ ഉൾപ്പെടെയുള്ള 33 പേരെയും തിരിച്ചെടുക്കാൻ, അവർക്ക് പഠനത്തിനുള്ള അവസരം നൽകാനാണ് VC നിർദ്ദേശിച്ചത്. അതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സിദ്ധാർത്ഥന്റെ കുടുംബം ഇതിനകം പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ചാൻസലർ കൂടിയായ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ വിഷയത്തിൽ ഇടപെടുകയും VCയുടെ നടപടി റദ്ദ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ VC സിദ്ധാർത്ഥന്റെ മരണം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന VCയെ മാറ്റി പകരം ചാൻസലറായ ഗവർണർ തന്നെ നിയമിച്ച VC ആണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത്. ഈ 1-ാം വർഷ വിദ്യാർത്ഥികളെയാണ് തിരിച്ചെടുത്ത് അവർക്ക് ഇപ്പോൾ ഈ വിഷയത്തിലൊരു പങ്കുമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന വിശദീകരണമാണ് VC നൽകുന്നത്. പക്ഷേ അത് അംഗീകരിക്കാനാകില്ല. അടിയന്തരമായി ആ ഉത്തരവ് റദ്ദു ചെയ്യാൻ ഇപ്പോൾ ചാൻസലർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ കുടുംബവും കടുത്ത അമർഷത്തിലാണ്. അല്പസമയത്തിനകം സിദ്ധാർത്ഥന്റെ കുടുംബം, അദ്ദേഹം ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രഖരെ കാണാൻ എത്തിയിട്ടുണ്ട്. ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ്, VCക്കെതിരെ അടക്കം നടപടി വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, അതായത് ഇങ്ങനെ ഈ ലോ ഓഫീസർ നിയമോപദേശം തേടാതെ ഏത് സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികളെ തിരിച്ചു പഠനാവസ്ഥ നൽകാൻ തീരുമാനമെടുത്തത് ചോദ്യമാണ് കുടുംബവും പരിശോധിക്കേണ്ട വിഷയമാണ്. ഏത് സാഹചര്യത്തിലാണ് VC ഇവരെ തിരിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിച്ചതെന്ന് ഈ കുടുംബം പറയുന്നത് അരുൺ, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള VCയുടെ നടപടി എന്നാണ്. എന്തായാലും ഇപ്പോൾ ഗവർണർക്ക് VCയുടെ നടപടിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഗവർണർ VCക്കെതിരെ, ഈ കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് VCക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? സ്വാഭാവികമായ അന്വേഷണ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VCയുടെ വിശദീകരണം കേട്ട ശേഷമാകും അതിൽ തുടർ തീരുമാനങ്ങളിലേക്ക് ഗവർണർ കടക്കുക. VC പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ, 1-ാം വർഷ വിദ്യാർത്ഥികളാണ് ഇതിൽ കൂടുതലുമുള്ളത്. അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. സിദ്ധാർത്ഥനെ അവിടെ ഏറ്റ പീഡനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ ഇവർ മർദ്ദിക്കുന്നതിനെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത വിദ്യാർത്ഥികളാണ് ഈ 33 പേരിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ അതിൽ നിന്ന് തിരിച്ചത്. പക്ഷേ ഈ ആന്റി റാഗിംഗ് സമിതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പേർ കൂടി ഉൾപ്പെട്ടു വന്നത് ഗുരുതരമായ കാര്യമാണ്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകൻ ഈ 33 പേരിൽ ഒരാളായുണ്ട്. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും അധികം പേരെ ഒരുമിച്ച് തിരിച്ചെടുത്തെന്നൊരു വാദം കൂടി, വിമർശനം കൂടി ഉയർന്നു വരുന്നു. അത്തരം കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായും ചാൻസലറുടെ അന്വേഷണത്തിൽ ഉണ്ടാകും. അതിനുശേഷമാകും VCക്കെതിരെ നടപടിയെടുക്കുമോ അല്ലെങ്കിൽ ഇതിലെന്താകും തുടർ നടപടി എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുക. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജ് പുറത്താക്കിയ 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത VCയുടെ നടപടിയാണ് ഗവർണർ റദ്ദാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.